ഇന്ന് ജൂലൈ 8 ജൂലൈ 8 സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ദുരന്തത്തിൻ്റെ ദിവസമായാണ് എപ്പോഴും ഓർക്കപ്പെടുക. രാജ്യത്ത് മുഴുവൻ നടുക്കിയ പെരുമൺ ട്രെയിൻ ദുരന്തത്തിൻ്റെ വാർഷികമാണിന്ന്. 37 വർഷം മുൻപാണ് 1988 ജൂലൈ 8 നാടിനെ മുഴുവൻ നടുക്കിയ ആ ട്രെയിൻ ദുരന്തമുണ്ടായത്. തിരുവനന്തപുരത്തേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിൻ്റെ 10 ബോഗികൾ പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് മറിയുകയായിരുന്നു. ആ നടുക്കുന്ന ഓർമ്മ ഇന്നും പെരുമൺ ഗ്രാമത്തെ വിട്ടുമാറിയിട്ടില്ല. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിന്റെ എഞ്ചിൻ പെരുമൺ പാലം പിന്നിട്ട് നിമിഷങ്ങൾക്കകം ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് പതിച്ചു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ട്രെയിനിന്റെ 10 കോച്ചുകളാണ് കായലിലേക്ക് വീണത്. ദുരന്തത്തിൽ 105 പേർ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരുക്കേറ്റു. ദുരന്തകാരണം അന്വേഷിക്കാൻ 2 കമ്മീഷനെ റെയിൽവേ നിയമിച്ചിരുന്നു. ആദ്യ റിപ്പോർട്ടിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകടകാരണമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് റെയിൽവേയുടെ മുഖം രക്ഷിക്കാനായി കുറ്റം ചുഴലിക്കാറ്റിൽ ആരോപിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. സർവീസിലുള്ള സമയത്താണ് അപകടം നടക്കുന്നത്. സർവീസ് എന്ന് പറഞ്ഞാൽ ഞാനിന്ന് പെരുങ്ങാലത്താണ് ജോലി ചെയ്യുന്നത്. കടത്തോളത്തിലെ ജോലി എനിക്കുള്ളത്. പെരുങ്ങാലത്ത് ജോലി ചെയ്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് 60 വന്ന സമയത്ത് പാലത്തെ റെയിലൊക്കെ ഓരോന്നിലോട്ട് ഇളവിട്ടിരിക്കുന്നത് മഴ ചാറിക്കൊണ്ടിരിക്കുക. ഞാൻ അപ്പുറത്ത് വന്നിട്ടും അതിനപ്പുറത്ത് 2 തെങ്ങ് അന്നേ ഉള്ളതാണ് ഈ ചുരുണ്ട് വളരുന്നത്. ആ തെങ്ങ് കണ്ടുകൊണ്ട് അന്നത്തെ കമ്മീഷൻ ചുഴലിക്കാറ്റാന്ന് പറഞ്ഞ് ടൊർണാഡോന്ന് പറഞ്ഞ് എഴുതി വിട്ടതൊക്കെ. അല്ല, അതിനകത്ത് അനാസ്ഥ തന്നെയാണ്, റെയിൽവേക്കാർ അനാസ്ഥ തന്നെയാണ് ഉണ്ടായത്. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട ഒട്ടേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥ ദുരന്ത കാരണം ഇന്നും അജ്ഞാതമായി തുടരുന്നു. ദുരന്തസ്മാരകമായി നാട്ടുകാർ പാലത്തിന് സമീപം പെരുമണിലും പേഴുംതുരുത്തിലും ഓരോ സ്തൂപങ്ങൾ സ്ഥാപിച്ചിരുന്നു. പെരുമണിൽ പനയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്മൃതിമണ്ഡപം സ്ഥാപിച്ചെങ്കിലും പെരുമൺ പേഴുംതുരുത്ത് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരുമണിലെ മണ്ഡപം പൊളിച്ചു നീക്കി. ദുരന്തസ്മരണ പുതുക്കാൻ ചുരുക്കം ചിലർ എത്തുന്നതൊഴിച്ചാൽ പിന്നെ വാർത്തകളിലെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായി പെരുമൺ ട്രെയിൻ ദുരന്തം മാറിക്കഴിഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര.